അടുത്ത പാരഗ്രാഫ് അതായത് റെയിൻ ബസേരയിലെ അടുത്ത പാരഗ്രാഫാണ് അടുത്ത വീഡിയോയാണ് പറയുന്നത്. തോടി देर के बाद वह उड़कर बाहर चला गया. അല്പനേരത്തിന് ശേഷം അവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോയിന്ന് അദ്ദേഹം. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ, എന്നാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ദർവാസെ പർ ഖടാ ഹോക്കർ ഗുരായ, അതായത് വാതിൽക്കലരികിൽ നിന്നുകൊണ്ട് ഗർജിച്ചു. കോൻ ഹോ തും ലോഗ്, ആരാണ് നിങ്ങൾ? യഹാം കൈസെ ഗുസായ ഹോ, ഇവിടെ എങ്ങനെയാണ് പ്രവേശിച്ചത്? നിരീഹ് സെ ദേഖ്നെ വാലെ ഇസ് ആദമി നെ ഏകായേക് വികരാൽ രൂപ ധാരൻ കർ ലിയ, അതായത് നിഷ്കളങ്കനായി കാണപ്പെട്ട ഈ ആദമി, നിരീഹ് എന്ന് വെച്ചാൽ നിഷ്കളങ്കനായി കാണപ്പെട്ട ഈ ആദമി വ്യക്തി ഏകായേക് വികരാൽ രൂപധാരൻ ചെയ്യപ്പെട്ടത് തന്നെ ഒരു വികൃത രൂപം ധരിച്ചു. അബു വഹ് ബേഹത്ത് ഗുസ്സെ മെഹെ, അപ്പം അദ്ദേഹം വളരെ ദേഷ്യത്തിലായിരുന്നു. ഹംനെ അടുത്ത പാരഗ്രാഫ് നോക്കാം. ഹംനെ കൊയ് ജവാബ് നഹിദ, ഞങ്ങൾ യാതൊരു മറുപടിയും നൽകില്ല. വഹ് സോർ സെ ചീഖ, അദ്ദേഹം ബഹളം വെച്ചു. ഹം ലോഗ് ഉഡ് ബൈട്ട്, ഞങ്ങൾ എഴുന്നേറ്റിരുന്നു. മേനെ കഹ, ഞാൻ പറഞ്ഞു. യുനോനെ യഹ് മന്ദിർ ബനായ, ആരാണോ ഈ മന്ദിരം ഉണ്ടാക്കിയത്? ഉനോനെ ഹമേ യഹൻ ടഹരായ, അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. ദേക്കിയെ യഹ് ദരി ഔർ യഹ് ബാൽട്ടി വി ഉനോനെ ഹി ഹെ, ഈ വിരിയും പരവതാനിയും ഈ ബാൽട്ടി ബക്കറ്റും അദ്ദേഹം നൽകിയതാണെന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്. ലേക്കിൻ വഹ് പാഗൽ ജോത, എന്നാൽ അദ്ദേഹം പാഗലായിരുന്നു. ഉൽജുൽ ബക്കനെ ലഗ, അദ്ദേഹം എന്തോ പുലമ്പിക്കൊണ്ടിരുന്നു. അപ്പനെ ആപ്പക്കെ CID ബി ഇൻസ്പെക്ടർ ബദാനെ ലഗ, അദ്ദേഹം സ്വയം തന്നെ CID ആണെന്ന് പറഞ്ഞു. ക്യാ സമച്ചിത്, എന്താ മനസ്സിലായോ? ഇമേ സാദേ വേഷമേ രഹ്കർ ചോരോं को पता लगता है, ഞാൻ സാധാരണ വേഷത്തിൽ വന്നിട്ട് കള്ളന്മാരെ തിരിച്ചറിയാനാണെന്ന്. ഉസ്കെ സാവൽ ബേസർ പയർ ഗേദെ, അദ്ദേഹത്തിന് കറുത്ത ഒരു കാല് ഇതായിരുന്നു. ജവാബിന് ദേത്തെ തോ ചാബുക് സെ മാർനെ കി ധമക് ദേത്ത, മറുപടി നൽകിയില്ല എങ്കിൽ അദ്ദേഹം ചാബുക് ചാട്ടാറുകൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇസ്ലിയെ മേ കോയി ന കോയി ജവാബ് ദേത്ത, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മറുപടി നൽകും. വഹ് ലഗാദർ ചിക്കാത്തെ ചില്ലാത്ത രഹ, അദ്ദേഹം തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ടിരുന്നു. ബീച്ച് ബീച്ച് മേ ഹവാ മേ ഐസെ ഹാത്ത് ഗുമാത്ത മാനോ ഹാത്തോ മേ കോടോ ഹി, ഇടയ്ക്കിടയ്ക്ക് വായുവിൽ കൈ വീശിക്കൊണ്ടിരുന്നു. ചാട്ടവാറ അടിക്കുന്നത് പോലെ കൈ വീശിക്കൊണ്ടിരുന്നു. ജബുസ്കി നാരാശകി ബടി ജാതി, അദ്ദേഹത്തിൻ്റെ ദേഷ്യം വർദ്ധിച്ചിരുന്നു. തബുസ്ക ചെഹര ക്രോധ സെ വികൃത ഹോട, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ക്രോധം കൊണ്ട് വികൃതമായിരുന്നു, ദേഷ്യം കൊണ്ട്. മേനെ അപ്പനെ ആപ്പുക്കോ കബി ഇത്തന അസഹായ അനുഭവം നഹി കിയ, എനിക്ക് ഇതുവരെ ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല എന്ന്. ലാച്ചാർ ഹം ഉസ്കി ദൈംസ് സഹത്തെ, അവസാനം ഞങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ സഹിച്ചു. പാസ് പടോസ്മയും കൈ ഗർത്തെ, അയൽവക്കത്താണെങ്കിൽ വളരെയധികം വീടുകളുണ്ടായിരുന്നു. ഹമാരി സഹായത കെലിയെ ക്യോ കോയി ആകെ, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ആരും വന്നില്ല. അടുത്ത വരുന്നു. കോയി നഹി, ഞങ്ങളുടെ കോയി നഹിം രഹ, ആരും വന്നില്ല. ക്യാ കോയി സമച്ചത് നഹി കി ഹമാരെ സാത്ത് ക്യോ ഹോ രഹാ ഹെ, എന്താ അവർക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ അടുത്ത് എന്ത് സംഭവിക്കണമെന്ന്. ഐസ ലഗ്താ തോ മാനോ യഹ് രാത് കഭി ഗൽമ ഹി നഹി ഹോഗി, അപ്രകാരം തോന്നി ഈ രാത്രി അവസാനിക്കുമോ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിയെന്ന്. അടുത്ത പാരഗ്രാഫ്. തബി ഉസ്കാ ധ്യാൻ കോനെ മേ രഖേ ഹമാരെ സാമാൻ ക്യോ ഗയ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഞങ്ങൾ മൂലയ്ക്ക് വെച്ചിരുന്ന ആ സാമാനങ്ങൾ വെച്ചിരുന്ന പെട്ടിയിലായിരുന്നു. മുജെ ഇസ്കി തലാശി ലേനി ചെയ്ത്, ഇതിലെന്താണ്
എനിക്കിതൊന്ന് പരിശോധിക്കണമെന്ന് പറയണം. മുझे ചിന്ത ഹുയി, അപ്പോൾ എനിക്ക് ചിന്തയുണ്ടായി. ലേഖകൻ ചിന്തിച്ചു. ഉസ്മേ സബ്ജി കാട്ടനെയൊക്കെ ചാക്കുബിതെ, അതിൽ പച്ചക്കറി അരിയുന്ന കത്തി ഉണ്ടായിരുന്നു. കഹീം വഹു ഉസ്കെ ഹാത്ത് ലഗാ ഗയത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ മേരെ ഭീത്തർ ബൈക്ക് ഏക്ക് ഹിലോ ഋസി, എൻ്റെ ഉള്ളിൽ ഒരു ഭയം കടന്നുകൂടി. അടുത്ത പാരഗ്രാഫ്. ഉസ്നെ ഹമാര പിട്ടു ഗോല, അദ്ദേഹം ഞങ്ങളുടെ പെട്ടി തുറന്നു. ഏക്ക് ചീസ് നികാൽക്കർ ഫെങ്കിനെ ലഗ, ഓരോരോ സാധനങ്ങൾ പുറത്തെടുത്തിട്ട് വലിച്ചെറിയാൻ തുടങ്ങി. മേൻ ദം സാദെ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹ, ഞങ്ങൾ എല്ലാം സഹിച്ച് പ്രവൃത്തികളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ദേ മാരി, ഡെട്രോളിൻ്റെ കുപ്പി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഏക്ക് ചീസ് നികാൽക്കർ ഫെങ്ക് ദിയ, ഓരോരോ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. യഹാൻ തക്ക് കി ചാക്കു ബി ഫെങ്ക് ദിയ, അതിനിടയിൽ കത്തിയും വലിച്ചെറിഞ്ഞു. അന്ത് മേൻ ദോ തീൻ കിതാബേ നികാലി, അവസാനം 2-3 പുസ്തകം കിട്ടി. പുറത്തെടുത്തു. കിതാബെ ഉസ്നെ ഗോൽക്കർ ദേഖി, ഫിർ ട്യോം വാപ്പസ് രഖി, കിതാബ് അദ്ദേഹം തുറന്നിട്ട് എപ്രകാരമാണ് ഇരുന്നത് അപ്രകാരം തന്നെ മടക്കി വെച്ചു. ഹമാരി ഔർ മുടക്കർ ചോട്ടു സെ ബോല, ഞങ്ങളുടെ നേരെ തിരഞ്ഞിട്ട് ചോട്ടുവിനോട്, ചോട്ടു വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിങ്ങളുടെ പേര്? ചോട്ടുവിനെ സഹമത് ഹുയെ കഹ, മുझे अंग्रेजी नहीं आते, ചോട്ടു ഉത്തരം പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. മുझसे പൂച്ച, എന്നോട് ചോദിച്ചു. തും ക്യാ കർത്തെ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന്. മേനെ കഹ മേ ശിക്ഷക് താ, ഞാനൊരു ശിക്ഷകനായിരുന്നു, അധ്യാപകനായിരുന്നു എന്ന്. ബച്ചോങ്കോ പഠാത്ത താ, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അബ് റിട്ടയർ ഹോ ഗയ, ഇപ്പോൾ റിട്ടയർഡായി. മേരെ ആവാസ് സ്ഥിർ തി, ലേക്കിൻ അന്തർ ഹി അന്തർ മേ ഡര ഹുവ, എൻ്റെ ശബ്ദം സ്ഥിരമായിരുന്നു, എന്നാൽ എൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. ഓ ചുപ്പ് രഹ, അദ്ദേഹം മിണ്ടാതിരുന്നു. മാനോ കഹിം ഗോ ഗയ, എന്തോ നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിലോ മാനോ കുച്ച് യാദ് കർ രഹ, എന്തോ ഓർക്കുകയായിക്കൊണ്ടിരുന്നു. മാനോ ഉസ്കെ ഭീത്തർ കുച്ച് ആലോഡിത് ഹോ രഹ, അദ്ദേഹം എന്തോ ഉള്ളിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുച്ച് ക്ഷൺ തക്ക് മുझे ഏക് ഡക്ക് ദേഖ്നെ രഹ്നെ കെ ബാദ് ബോല, അല്പനിമിഷം എന്നോട് കാണിച്ചതിന് ശേഷം പറഞ്ഞു. അച്ഛാ സോ ഗയ, ശരി, ഉറങ്ങിക്കൊള്ളൂ. മേൻ സിർ സെ ലേക്കർ പാവ് തക്ക് ഓടുകർ സോ ഗയ, ഞാൻ തല മുതൽ കാല് വരെ പുതപ്പിട്ട് മൂടിക്കിടന്നു. സോച്ചാ ഷായദ് അബ് വഹ് ചൽ ഗയ, എന്നിട്ട് ചിന്തിച്ചു ഇപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ടാകുമെന്ന്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം.